നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകൾ പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. 10 വർഷത്തോളം പ്രതിപക്ഷത്ത് തുടരുന്ന ഒരു പാർട്ടി ഇത്തവണ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ അവസരം മുന്നിൽ കണ്ടിട്ടും അതിന് അനുയോജ്യമായ രീതിയിൽ തയ്യാറായില്ലെന്നത് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ പിഴവാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഹോംവർക്ക് എന്നത് വെറുമൊരു പ്രയോഗമല്ല, അതാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഘടകം. ഓരോ മണ്ഡലത്തിന്റെയും സാമൂഹിക ഘടന, വോട്ടർമാരുടെ പ്രവണത, പ്രാദേശിക നേതാക്കളുടെ സ്വാധീനം ഇവയെല്ലാം സൂക്ഷ്മമായി പഠിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് ആ അടിസ്ഥാന ശാസ്ത്രീയ സമീപനം പാലിച്ചില്ല എന്നതാണ് അവരുടെ പരാജയം. ശരിയായ രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നെങ്കിൽ 100 സീറ്റുകൾ വരെ നേടാമായിരുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം മാത്രം കാരണം 20 സീറ്റുകൾ വരെ കോൺഗ്രസിന് നഷ്ടപ്പെടാനാണ് സാധ്യതയുള്ളത്. ഏകദേശം 15 സീറ്റുകൾ കോൺഗ്രസിന്റെ സ്വന്തം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലെ പിഴവുകൾ കാരണവും 5 സീറ്റുകൾ ഘടകകക്ഷികൾക്ക് യാതൊരു ജയസാധ്യതയും പരിശോധിക്കാതെ വിട്ടുകൊടുത്തതുകൊണ്ടുമാകും കൈവിട്ടു പോവുക. ഇതിനൊക്കെ കാരണം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ നേരിട്ടുള്ള പ്രതിഫലനമാണെന്ന് പറയേണ്ടിയും വരും. റാന്നി മണ്ഡലം ഇതിനൊരു വ്യക്തമായ ഉദാഹരണമായി പറയാൻ സാധിക്കും. പ്രാദേശിക തലത്തിൽ ശക്തമായ സ്വാധീനം പുലർത്തുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം അരോൺ ബിജിലി പനവേലി സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇവിടെ വിജയം ഉറപ്പായിരുന്നുവെന്നാണ് UDF പ്രവർത്തകരുടെ തന്നെ വിലയിരുത്തൽ. എന്നാൽ അവസാന നിമിഷം എടുത്ത തീരുമാനം പഴകുളം മധുവിന് അനുകൂലമായി മാറി. ഇത് പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായം അവഗണിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റാന്നിയിൽ വോട്ട് മറിയാനും പഴകുളം മധു തോൽക്കാനുമുള്ള സാധ്യത ഏറെയാണ്. ഇടുക്കിയിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത്. റോയി കെ പൗലോസിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു പകരം ജോയി വെട്ടുകുഴി, വിജോ മാണി അല്ലെങ്കിൽ അലോഷ്യസ് സേവ്യർ പോലുള്ള കൂടുതൽ ജനപിന്തുണയുള്ള നേതാക്കളെ പരിഗണിച്ചിരുന്നെങ്കിൽ ഉറപ്പായും കോൺഗ്രസിന് അത് ഗുണം ചെയ്യുമായിരുന്നു. ഇതോടെ ഉറപ്പായിരുന്ന വിജയം പോലും ഇപ്പോൾ കടുത്ത മത്സരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇടുക്കിയിൽ. നെടുമങ്ങാട് മണ്ഡലത്തിൽ മീനാങ്കൽ കുമാറിനെ പരിഗണിച്ചതും വലിയ ചർച്ചയായി. CPIയിൽ നിന്ന് എത്തിയ നേതാവിനെ നേരിട്ട് സ്ഥാനാർത്ഥിയാക്കിയത് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ പ്രശ്നങ്ങളും എതിർപ്പുകളും ഉണ്ടാക്കിയിരുന്നു. BRM ഷെരീഫിനെ പോലുള്ള നേതാക്കൾക്ക് കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നുവെങ്കിലും ആ സാധ്യത അവഗണിക്കപ്പെടുകയായിരുന്നു ഇവിടെ സംഭവിച്ചത്. ചിറയിൻ കീഴിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതും ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ആ മണ്ഡലത്തിൽ പ്രവർത്തന പരിചയം കുറഞ്ഞ രമ്യയ്ക്ക് പകരം കഴിഞ്ഞ തവണ മത്സരിച്ച അനൂപിന് വീണ്ടും അവസരം നൽകിയിരുന്നെങ്കിൽ അത് തീർച്ചയായും കോൺഗ്രസിന് അനുകൂലമായ ഫലം നൽകുമായിരുന്നു. ഇവിടെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് പ്രാദേശിക യാഥാർത്ഥ്യങ്ങളെക്കാൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണെന്ന വിമർശനമുണ്ട്. കയ്പമംഗലം, പാറശാല, കഴക്കൂട്ടം, അരുവിക്കര, ചേർത്തല, ഉദുമ എന്നിവിടങ്ങളിലും സമാനമായ പിഴവുകൾ ആവർത്തിച്ചു. പ്രാദേശിക തലത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തവരെയോ കൂടുതൽ സാധ്യതയുള്ളവരെ ഒഴിവാക്കി മറ്റുള്ളവരെയോ മുന്നോട്ട് കൊണ്ടുവന്നതുകൊണ്ട് ഇവിടങ്ങളിൽ കാര്യമായ വിജയസാധ്യത കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ടതേയില്ല. കൊച്ചി മണ്ഡലത്തിലെ തീരുമാനം പ്രത്യേകിച്ച് വിവാദമായി. മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സാമുദായിക പരിഗണനകൾക്കാണ് മുൻഗണന നൽകിയതെന്ന വിമർശനമുണ്ട്. ശക്തമായ പ്രാദേശിക പിന്തുണയുള്ള നേതാവിനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റിയതോടെ ഈ മണ്ഡലത്തിൽ പാർട്ടിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നേക്കാമെന്ന് ഉറപ്പുമാണ്. കാഞ്ഞിരപ്പള്ളി, ഏലത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും സംസ്ഥാന തലത്തിൽ കൂടുതൽ സ്വാധീനമുള്ള നേതാക്കളെ പരിഗണിക്കാതിരുന്നത് ഒരു തന്ത്രപരമായ പിഴവായി കാണാം. ചില മണ്ഡലങ്ങളിൽ യുവ നേതാക്കളെ കൊണ്ടുവരാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ടുപോയി. ഇവയെല്ലാം ഒത്തുവരുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഒരു ക്രമബദ്ധമായ പ്രക്രിയയായി നടക്കാതെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഗ്രൂപ്പ് രാഷ്ട്രീയവും ചേർന്ന ഒരു അലങ്കോല അവസ്ഥയായി മാറിയെന്ന് വ്യക്തമാണ്. ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ നേതാക്കൾ തങ്ങളുടെ പിന്തുണക്കാർക്കായി ശക്തമായി ഇടപെട്ടതും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനവും വിവാദമായി. തിരുവനന്തപുരം സെൻട്രൽ പോലുള്ള പ്രധാന മണ്ഡലം ശക്തിയില്ലാത്ത പാർട്ടിക്ക് വിട്ടുകൊടുത്തത് വലിയ പിഴവായി തന്നെ നമുക്ക് കാണാം. കുട്ടനാട്, ചങ്ങനാശ്ശേരി, പുനലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ വിജയസാധ്യത കൂടുതലായിരുന്നു. എന്നാൽ അവിടെയും കോൺഗ്രസിന് പാളിപ്പോയിട്ടുണ്ട്. തിരുവമ്പാടി മണ്ഡലത്തിൽ സംഭവിച്ചതും ശ്രദ്ധേയമാണ്. ലീഗിന് വിട്ടുകൊടുത്ത ഈ സീറ്റിൽ കോൺഗ്രസ് ഏറ്റെടുത്ത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ വിജയം ഉറപ്പാക്കാമായിരുന്നു. പകരം ജോയിയെ തവനൂരിൽ മത്സരിപ്പിച്ചതോടെ അദ്ദേഹത്തിന്റെ സാധ്യത തന്നെ കുറഞ്ഞുപോയി. മണ്ഡലത്തിൽ സാമൂഹിക ഘടനയെ പരിഗണിക്കാതെ എടുത്ത ഈ തീരുമാനം ഒരു വലിയ പിഴവായി മാറിയിട്ടുണ്ട്.
ഈ മുഴുവൻ സാഹചര്യവും വിലയിരുത്തുമ്പോൾ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇപ്പോഴും പാർട്ടിയുടെ പ്രധാന പ്രശ്നമായി തുടരുന്നു എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. അധികാരം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തമായതോടെ ആർക്കാണ് സ്ഥാനാർത്ഥിത്വം എന്നതിൽ നേതാക്കൾ തമ്മിലുള്ള മത്സരമാണ് മുൻപന്തിയിലേക്ക് വന്നത്. ആരാണ് ജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്ന അടിസ്ഥാനപരമായ കാര്യത്തിൽ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല. രാഷ്ട്രീയത്തിൽ ഇത്തരം പിഴവുകൾ സാധാരണമാണ്. എന്നാൽ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ ഇത്തരം പിഴവുകൾ ആവർത്തിക്കപ്പെടുന്നത് പാർട്ടിയുടെ ദിശാബോധത്തെയും നേതൃക്ഷമതയെയും തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. വിജയസാധ്യതയുള്ള സീറ്റുകൾ പോലും കൈവിട്ടു പോകുന്ന അവസ്ഥ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ്. ഒരു പാർട്ടിക്കും സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. നേതാക്കളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ താല്പര്യങ്ങൾ മുൻനിർത്തിയില്ലെങ്കിൽ എത്ര വലിയ അവസരങ്ങൾ മുന്നിൽ വന്നാലും അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന് ഒരു വലിയ പാഠമായി മാറേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ഇന്നത്തെ വിമർശനങ്ങൾ നാളെയുടെ വലിയ പരാജയങ്ങളുടെ തുടക്കമായി മാറാനും സാധ്യതയുണ്ട്.